കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഇത്രയും പേർക്ക് ദൈവവചന പഠനത്തിനായി ചേർന്ന് വരുവാൻ കർത്താവ് അവസരമൊരുക്കിയല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 44-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 19-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വചന പഠനത്തിനായിട്ട് നാം തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മിക്കവാറും വിവാഹ ശുശ്രൂഷകളിലൊക്കെ പ്രസംഗിക്കപ്പെടുന്നതും വായിക്കപ്പെടുന്നതുമായ വാക്യങ്ങളും വേദഭാഗങ്ങളുമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഗോഡ്സ് ഡിസൈൻ ഫോർ മാരേജ് ആൻഡ് ദ കോൾ ടു ഫെയ്ത്ത്ഫുൾനെസ്. ഈ വേദഭാഗത്ത് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് വിവാഹം ദൈവത്തിന്റെ ഡിസൈൻ എന്താണ്, ആ വിവാഹ ജീവിതത്തിൽ വിശ്വസ്തയോടെ നിൽക്കാനായിട്ട് കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. അതാണ് ഈ വേദഭാഗത്ത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. മത്തായി എഴുതിയ സുവിശേഷത്തെ നമ്മൾ പ്രധാനമായും 7 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചത്. അതിൽ 6ാമത്തെ ഭാഗത്തേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. 19-ാം അധ്യായത്തിന്റെ 2 വരെയുള്ള ഭാഗങ്ങൾ യേശു താനൊരു മശിഹയാകുന്നു എന്നുള്ളത് യഹൂദന്മാരുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു. എന്നാൽ അവര് യേശുവിനെ എതിർത്തു. നമ്മളത് 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ കാണാനായിട്ടിടയായി. അതിനോടുള്ള യേശുവിന്റെ പ്രതികരണമാണ് 14 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത്. 18 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത്. ഇനി 19 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ യേശുവിനെ ഔദ്യോഗികമായി രാജാവായി മശിഹയായി അവതരിപ്പിക്കുകയാണ്. അതാണ് ഇനി നാം ഈ വേദഭാഗങ്ങളിൽ കാണുവാനായിട്ട് പ്രധാനമായി പോകുന്നത്. അതിനു മുൻപായി നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. 19-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. ഈ വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ട് യേശു ഗലീല വിട്ടു. യോർദാൻ അക്കരെ യഹൂദ്യ ദേശത്തിന്റെ അതിരോളം ചെന്നു. വളരെ പുരുഷാരം അവനെ പിൻചെന്നു. അവൻ അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു. ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ച് ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, വരം ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ണന്മാരായി ജനിച്ചവരുണ്ട്. മനുഷ്യർ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവർ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. നാം ഈ വേദഭാഗം പഠിക്കുമ്പോൾ 19-ാമത്തെ അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ യേശു അവിടെ ഒരു മുഖവുര ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം, യേശു ഗലീലയിൽ നിന്ന് യോർദാൻ അക്കരെയുള്ളതായ യഹൂദ്യ ദേശത്തിന്റെ അതിരുവരെയും ചെല്ലുകയാണ്. അതാണ് 19-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഈ വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ട് എന്ന് പറഞ്ഞാൽ 18-ാം അധ്യായം വരെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം യേശു ഗലീല വിട്ട് യോർദാൻ അക്കരെയുള്ളതായ യഹൂദ്യ ദേശത്തിന്റെ അതിരോളം ചെല്ലുകയാണ്. വളരെ പുരുഷാരം അവനെ പിൻചെല്ലുകയാണ്, അനുഗമിക്കുകയാണ്. അവൻ അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കി.
മത്തായിയുടെ സുവിശേഷത്തിൽ ആദ്യമായിട്ട് യേശു ഈ യഹൂദ്യ പ്രദേശത്തേക്ക് തന്റെ ശുശ്രൂഷ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. ഗലീല പ്രദേശത്താണ് അതുവരെയും യേശുവിന്റെ ശുശ്രൂഷ മത്തായി രേഖപ്പെടുത്തിയത്. എന്നാൽ ഇവിടെ യേശു എന്ത് ചെയ്യാണ്? ഗലീലയ്ക്ക് പുറത്ത് യഹൂദ്യയിലേക്ക് ചെല്ലുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓർക്കണം, ഇതിനു മുൻപുള്ള ഭാഗങ്ങളിലൊക്കെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ യെരൂശലേമിൽ ചെല്ലും, പുരോഹിതന്മാർക്ക് വെളിപ്പെടും, അവരോട് താൻ മെശിയയാണെന്ന് പറയും, അവസാനം അവരെന്നെ പിടിച്ച് ക്രൂശിക്കും. 3 പ്രാവശ്യം യേശു അത് പറഞ്ഞു ഇതുവരെ. മത്തായി എഴുതിയ സുവിശേഷത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓരോ പ്രാവശ്യവും ഈ യഹൂദന്മാർ യേശുവിനെ നിരസിക്കുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ യെരൂശലേമിലേക്ക് പോകേണ്ടതാണ്, അവിടെ ചെന്ന് മഹാപുരോഹിതന്മാർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. അങ്ങനെ വെളിപ്പെടുത്തി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവരെന്നെ പിടിച്ച് ക്രൂശിക്കും, എന്നെ കൊല്ലും. ഇത് 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോ യേശു എന്ത് ചെയ്യുകയാണ്? യെരൂശലേമിലേക്ക് പ്രവേശിക്കുകയാണ്. 19-ാം അധ്യായത്തിന്റെ 3 മുതൽ 20-ാം അധ്യായത്തിന്റെ 34 വരെ ഉള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് ചില പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകുന്ന വേദഭാഗമാണ്. ഇത് ചില ഭാഗത്ത് ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് പറയുന്നതെങ്കിൽ മറ്റു ചില ഭാഗങ്ങളിൽ യേശു അത് നേരിട്ട് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. 19-ാം അധ്യായത്തിന്റെ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വിവാഹ ജീവിതത്തെ കുറിച്ചുള്ളതായ നിർദ്ദേശങ്ങളാണ്. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം എന്നുള്ളതായ പഠിപ്പിക്കലാണ്. പിന്നീട് നമ്മൾ വായിക്കുന്നത് 16 മുതൽ 19-ാം അധ്യായത്തിന്റെ 16 മുതൽ 20-ാം അധ്യായത്തിന്റെ 16 വരെ ഒരു ദീർഘമായ വേദഭാഗമാണ്. അവിടെ സമ്പാദ്യത്തെക്കുറിച്ച്, സമ്പത്തിനെ കുറിച്ചുള്ളതായ ഒരു പഠിപ്പിക്കലാണ്. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടീച്ചിങ് ആണ് സമ്പത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം. സമ്പത്തിനെ എങ്ങനെയാണ് സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്, സമ്പത്തിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, സമ്പത്ത് എങ്ങനെ നിക്ഷേപിക്കണം, സമ്പത്ത് എവിടെ സ്വരൂപിക്കണം എന്നിങ്ങനെയുള്ളതായ പഠിപ്പിക്കലുകൾ കർത്താവ് നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള നിർദ്ദേശം 19-ന്റെ 3 മുതൽ 12 വരെ, 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകണം. 3-ാമതായി സമ്പത്തിനെ കുറിച്ച് 19-ന്റെ 16 മുതൽ 20-ന്റെ 16 വരെയുള്ളതായ വാക്യങ്ങൾ. 4-ാമതായി യേശുവിന്റെ കഷ്ടാനുഭവത്തെ കുറിച്ചുള്ളതായ പഠിപ്പിക്കലുകൾ 20-ന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഒടുവിൽ ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം പിന്നീട് കാണുന്നത് 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നതിനെ കുറിച്ച്, ഇൻസ്ട്രക്ഷൻ അബൌട്ട് സർവിങ്, എങ്ങനെയാണ് നിങ്ങൾ ശുശ്രൂഷ ചെയ്യേണ്ടത്. ഏറ്റവും അവസാനം കർത്താവ് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. 29 മുതൽ 34 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. അപ്പോൾ ഈ 6 നിർദ്ദേശങ്ങൾ, 5 നിർദ്ദേശങ്ങളും 6-ാമതൊരു ഉദാഹരണവും, അതാണ് ഈ വേദഭാഗത്ത് 19-ന്റെ 3 മുതൽ 20-ന്റെ 34 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി നമുക്ക് ആദ്യം വിവാഹ ജീവിതത്തെ കുറിച്ചുള്ളതായ കർത്താവിന്റെ പഠിപ്പിക്കൽ എന്താകുന്നു എന്നുള്ളത് ആദ്യം നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് പരിശോധിക്കാം. കർത്താവ് ഇവിടെ 4 പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു എന്ന്, അല്ലെങ്കിൽ 4 കാര്യങ്ങളാണ് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കാം. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരുന്ന് തരരുത് കേട്ടോ. ആക്റ്റീവ് ലിസണിങ് എന്ന് പറയും. ആക്റ്റീവ് ലിസണിങ്. എന്താ ആക്റ്റീവ് ലിസണിങ്? ജോൺസേട്ടൻ വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ പിന്നെ പുള്ളി വിളിക്കുക, എന്താ വരാത്തത്, അതുകൊണ്ട് വന്നിരുന്ന പാസീവ് ലിസണിങ് എന്ന് പറയും, ഇരുന്ന് കൊടുക്കുക. പക്ഷെ ഇത് ദൈവത്തിന്റെ വചനമാണെന്നും പ്രസംഗിക്കുന്നത് ആരായാലും പ്രസംഗിക്കപ്പെടുന്നത് ദൈവവചനമാണെന്നും പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. തെസ്സലോനിക്കയിലുള്ളവരെ കുറിച്ച് പറയണം, നിങ്ങൾ സാക്ഷാൽ ദൈവവചനമായി തന്നെ കൈക്കൊണ്ടു. പൗലോസിന്റെ പ്രസംഗമായിട്ടല്ല, സാക്ഷാൽ
ഇതാണ് ദൈവവചനത്തോടുള്ള നമ്മുടെ മനോഭാവം. അതുകൊണ്ട് ആ ഒരു മനോഭാവത്തോടെ നമുക്ക് ഈ വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ഒന്നാമതായി കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത് വാട്ട് വാസ് ഗോഡ്സ് ഡിസൈൻ ഫോർ മാരേജ്. ദൈവം വിഭാവനം ചെയ്ത വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? ഇതാണ് ഒന്നാമത് 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. നോക്കിയാട്ടെ, 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ആദ്യം കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പരീശന്മാർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നു വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. എന്താ അപ്പൊ ഈ ചോദ്യത്തിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്താ? പരീക്ഷയാണ്. അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല. ചില ചോദ്യം കേൾക്കുമ്പോഴേ അറിയാം ഇത് അറിയാൻ വേണ്ടി ചോദിക്കുന്നതല്ല. ഇതെന്താണ്? എനിക്കും പലപ്പോഴും അങ്ങനത്തെ ചോദ്യങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. ചില ചോദ്യം കേൾക്കുമ്പോഴേ മനസ്സിലാവും ഞാൻ ഈ ചോദ്യത്തിന്റെ പുറകിൽ അറിയാനല്ല, ഒരു ഉദ്ദേശമുണ്ട്. എനിക്ക് നേരിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് ചോദിച്ചത് അറിയാൻ വേണ്ടി ചോദിച്ചതൊന്നും അല്ല, പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു. നമുക്കൊക്കെ ഒരു പരിധി വരെയൊക്കെ മനസ്സിലാവും. എന്തായാലും കർത്താവിനോട് ഈ ചോദ്യം ചോദിച്ചത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാണുന്നത്? അവിടെ നമ്മൾ വായിക്കുന്നു, ഏത് കാരണം ചൊല്ലി. ഇതിനകത്ത് എങ്ങനെ ഒരു പരീക്ഷ വരുന്നത്? ആ കാലത്തെ യഹൂദ റബിമാരുടെ പഠിപ്പിക്കലിൽ നിന്നും യേശു വ്യത്യസ്തമായി പഠിപ്പിച്ചാൽ ഒരു ഗുണമുണ്ട്. എന്താ ഗുണം? ഈ റബിമാരെ യേശുവിനെതിരെ തിരിക്കാം. അല്ലെങ്കിൽ അന്നത്തെ സമൂഹത്തിലുള്ളതായ പഠിപ്പിക്കലുകൾ ആ കാലഘട്ടത്തിലെ പഠിപ്പിക്കലുകളിൽ നിന്നും വ്യത്യസ്തമായി പഠിപ്പിച്ചാൽ ആ സമൂഹത്തിന്റെ ശത്രുവായിട്ട് ആരെ മാറ്റാം? യേശുവിനെ മാറ്റാം. ഇന്നും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മള് പോപ്പുലർ ആയ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് കരുതുക, പൊതുവെ ആളുകളൊക്കെ അംഗീകരിക്കുന്ന ഒരു സമൂഹം. അവരുടെ പഠിപ്പിക്കലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും പഠിപ്പിച്ചാൽ നമുക്ക് ആരെയായിരിക്കും സംശയം? വ്യത്യസ്തമായി പഠിപ്പിച്ച ആളെയാണോ അതോ അയാളെ സംശയം വരൂ? നമ്മൾക്ക് പറ്റുന്ന അബദ്ധം എന്നാ പറയുക, ഇതിൽ ഏതാ ശരിയെന്ന് വചനം പരിശോധിക്കില്ല, അല്ലേ? വചനം പരിശോധിക്കില്ല. നേരെ മറിച്ച് പോപ്പുലറായ ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ നിൽക്കും. ശരിയാണോ അല്ലേ? ഒന്ന് പ്രതികരിച്ച്. നമ്മൾ പോപ്പുലറായ ടീച്ചിങ്ങിന്റെ കൂടെ നിൽക്കാനാണ് നമുക്കൊരു ടെൻഡൻസി. വചനം എന്ത് പറയുന്നു എന്നുള്ളതല്ല. ഇനി പോപ്പുലർ ആയതിന്റെ എതിരെ നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ നമുക്കെതിരെ മറ്റുള്ളവർ തിരികെയും ചെയ്യും, അത് വേറെ കാര്യം. ഇവിടെ ഇത് തന്നെയാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. യഹൂദ റബിമാര് പഠിപ്പിച്ചൊരു കാര്യമാണ്, എന്ത് കാരണം ചൊല്ലി എന്ത് ചെയ്യാം? ഭാര്യയെ ഉപേക്ഷിക്കാം. അതാണ്, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നു വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. ഇനി യേശുവിന്റെ മറുപടിയിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താ യേശു പറഞ്ഞ മറുപടി? ഈ ചോദ്യം ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഒന്നെടുത്തെ വേദപുസ്തകം എടുത്ത് ആവർത്തന പുസ്തകം 24-ാം അധ്യായം. ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ആ വാക്യങ്ങളെ യഹൂദ റബിമാര് വ്യാഖ്യാനിച്ചതാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവൻ അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം, അപ്പൊ ഉപേക്ഷണ പത്രം കൊടുക്കാൻ അവിടെ പറഞ്ഞ ഒരു വാക്കെന്നാ? അവളിൽ ദൂഷ്യമായത് വല്ലതും എന്ന് പറഞ്ഞാൽ പുരുഷന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും അവളിൽ കണ്ട നീ ഇടണ ചായ ശരിയാവില്ല, പൊക്കോ. ഈ നിലയിലുള്ളതായിരിക്കുന്ന ഒരു വ്യാഖ്യാനമാണ് ആ കാലഘട്ടത്തിലെ യഹൂദ റബിമാർ
അവർക്ക് കൊടുത്തത്. എന്നാൽ കർത്താവിന്റെ അടുക്കൽ അവർ ഈ ചോദ്യം ചോദിച്ചപ്പോ യേശു ഇതാരാ ഈ ആവർത്തന പുസ്തകം 24 കൽപ്പന കൊടുത്തത്? ആരാ? മോശ അല്ലെ? മോശയിക ന്യായപ്രമാണമാണ്, മോശയിലൂടെ പഠിപ്പിച്ച കാര്യമാണ്. ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്ന വിഹിതമാണോ? അതിന് യേശു കൊടുത്ത മറുപടി എന്താ? 4-ാം വാക്യം ഒന്ന് നോക്കി. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു മോശ പറഞ്ഞത് എന്ന മറുപടിയാണോ പറഞ്ഞത്? യേശു 4-ാമത്തെ വാക്യത്തിൽ അതിനവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:27. ഉൽപ്പത്തിയിലേക്കാ പോയത്, മോശയിലേക്കല്ല. മോശ എന്ത് പഠിപ്പിച്ചു, മോശയുടെ ഉദ്ദേശം എന്താണ്, അതല്ല പറയാൻ പോയത്. യേശു പറഞ്ഞത് അതിൽ നിന്നും പുറകോട്ട് പോയിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ മനസ്സിലെ പദ്ധതി എന്തായിരുന്നു, ദൈവത്തിന്റെ മനസ്സിലെ പ്ലാൻ എന്തായിരുന്നു, അതിലേക്കാണ് എന്ത് ചെയ്തത് യേശു കർത്താവ് വിരൽ ചൂണ്ടുവാനായിട്ടിടയായി തീർന്നത്. എന്നിട്ട് 5-ാം വാക്യത്തിലേക്ക് വന്നപ്പോഴും എവിടേക്കാ പോയത് നോക്കിയേ. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഉൽപ്പത്തി 2:24. അതാണ് അവിടെ എടുത്തെഴുതിയിരിക്കുന്നത്. എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? എന്തിനാ കർത്താവ് ഇത് ഈ ഉൽപ്പത്തി 1-2 അധ്യായങ്ങളിലേക്ക് പോയത്? അതിന്റെ പുറകിലുള്ള ഉദ്ദേശം മോശ പഠിപ്പിച്ചതിന്റെ മുകളിൽ ദൈവം പഠിപ്പിച്ചത്, ദൈവം വിഭാവനം ചെയ്ത ഒരു കുടുംബത്തെ കുറിച്ചുള്ള പഠിപ്പിക്കൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഉൽപ്പത്തി 1-2 അധ്യായങ്ങൾ, 3-ാം അധ്യായത്തിൽ ഒരു പ്രത്യേക കാര്യം ബൈബിളിൽ സംഭവിക്കുന്നുണ്ട്. എന്താ? 3-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നാ? വീഴ്ച. മനുഷ്യന്റെ പാപവും പാപത്തിന്റെ അനന്തരഫലവുമാണ് 3-ാം അധ്യായം മുതൽ കാണുന്നത്. അതുകൊണ്ട് അതിനു മുൻപുള്ള കാര്യമാണ് ദൈവത്തിന്റെ ഒറിജിനൽ ഡിസൈൻ. ദാവീദ് എത്ര വിവാഹം കഴിച്ചു? കുറെ കഴിച്ചു. അബ്രഹാം എത്ര വിവാഹം കഴിച്ചു? എന്തായാലും ഒന്നിൽ കൂടുതൽ കഴിച്ചു. ബൈബിളിലുള്ള ഉദാഹരണങ്ങൾ എടുത്തിട്ട് അതിൽ നിന്ന് നമ്മളൊരു ഉപദേശം ഉണ്ടാക്കരുത്. കണ്ടോ, അബ്രഹാം സാറായെ വിവാഹം കഴിച്ചു, പിന്നെ ഹാഗാറിനെ പരിഗ്രഹിച്ചു, പിന്നെ സിപ്പോറയെ, എണ്ണം പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഞാൻ അബ്രഹാം ഞങ്ങളുടെ പിതാവായിട്ടുണ്ട്. സ്തോത്രം. എന്ത് ചെയ്യാം? 1, 2, 3, 4. അങ്ങനാണോ? ദൈവത്തിന്റെ ഒറിജിനൽ ഡിസൈൻ അതല്ല. അപ്പൊ ബൈബിളിലെ ഉദാഹരണങ്ങളല്ല നമ്മൾ എടുക്കേണ്ടത്, ബൈബിളിന്റെ പഠിപ്പിക്കലാണ് എടുക്കേണ്ടത്. ബൈബിളിൽ കാണുന്ന എല്ലാ ഉദാഹരണവും എന്ത് ചെയ്യരുത്? എടുക്കരുത്. അതിന് ചില ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു കന്യകയായ ഒരു പെൺകുട്ടിയെ ഒരുത്തൻ ബലമായി പരിഗ്രഹിച്ചാൽ എന്ത് ചെയ്യാം? ഈ ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ആ റെഫറൻസ് പറയുന്നില്ല, ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട് അവൻ അവളെ വിവാഹം കഴിക്കാനൊക്കെയാ പറഞ്ഞത്. ഇത് നീതിയാണോ? ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒരുത്തൻ ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ചു, അവന് വിവാഹം ചെയ്തു കൊടുത്താൽ അത് പരിഹാരമായോ? ഇത് ദൈവത്തിന്റെ ഒറിജിനൽ ഡിസൈൻ അല്ല. ഇതെന്താണ്? പാപവും പാപത്തിന്റെ അനന്തരഫലവുമാണ്. ഒറിജിനൽ ഡിസൈൻ അതല്ല. മനസ്സിലായോ? അവിടെ ഒരു എന്തെങ്കിലും ഒരു ചെറിയ നീതിയെങ്കിലും എന്ത് ചെയ്യണം? ഇതിനൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കണ്ടേ? ഈ നിലയിലാണ് നമ്മൾ ബൈബിളിനെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ യേശു എന്ത് ചെയ്തു? സൃഷ്ടിപ്പിലേക്ക്, അല്ലെങ്കിൽ സൃഷ്ടി
സൃഷ്ടിങ്കൽ ദൈവം എന്താണ് വിഭാവനം ചെയ്തത്? എന്താണ് ഇവിടെ ആ രണ്ട് വാക്യങ്ങളിൽ, ആറാമത്തെ വാക്യത്തിലേക്കും കൂടി ഒന്ന് വന്നിട്ട് ഞാൻ ആ കാര്യങ്ങൾ പറയാം. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. അത് എത്ര കാലത്തേക്കാ? ഈ മേലാൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നാ? നമ്മൾ ഈ വിവാഹ ശുശ്രൂഷയിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, മരണം നമ്മെ വേർപിരിക്കുന്നവരെ എന്നൊരു വാക്കുണ്ട് അല്ലേ? ഒരു ഉടമ്പടിയാണ്. നോട്ട് ഒരു ഉടമ്പടി എന്ന് പറയുമ്പോ മനസ്സിലാക്കണം, കോൺട്രാക്ട് അല്ല, എഗ്രിമെന്റ് അല്ല, പിന്നെന്താണ്? വ്യവസ്ഥയാണ്. ഓക്കെ, രണ്ടല്ല ഒരു ദേഹം മാത്രമേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ അവരുടെ ചോദ്യത്തിന് യേശു ഒരു ഉത്തരം കൊടുത്തു. എന്താണ് ആ ഉത്തരം? ഒന്ന്, ഞാൻ ചില പോയിന്റുകളായിട്ട്, മാരേജ് ഈസ് ഗോഡ്സ് ഐഡിയ, നോട്ട് മാൻസ് ഇൻവെൻഷൻ. വിവാഹം എന്ന് പറയുന്നത് എന്തല്ല? മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, പിന്നെ ആരുടെ ആശയമാണ്? ദൈവത്തിന്റെ ആശയമാണ്. ഇത് മോശ കണ്ടുപിടിച്ചതല്ല. അതുകൊണ്ടാണ് മോശ എന്ത് പഠിപ്പിച്ചു എന്നല്ല ഇതിന്റെ ആധികാരികത കൊണ്ടുവരേണ്ടത്. ഇതിന്റെ ആധികാരികത ആർക്കാണ്? ദൈവത്തിനാണ്. വിവാഹം ദൈവത്തിന്റെ ആശയമാണെന്നുള്ള കാര്യമാണ് ഒന്നാമത് നമ്മൾ പഠിക്കേണ്ടത്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വിവാഹത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ അവര് പറയും, പണ്ട് ഇങ്ങനല്ലായിരുന്നു, പണ്ട് അങ്ങനായിരുന്നു. ഒറിജിനൽ ഡിസൈൻ ദൈവത്തിന്റെ, അവിടെ നോക്കി പഠിക്ക് ഇല്ലേ? നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ ഡിസൈനിലേക്കാണ് നോക്കേണ്ടത്, മനുഷ്യന്റെ ഡിസൈനിലേക്കല്ല. ഈ നമ്മളൊക്കെ പറയുമല്ലോ, പിതാക്കന്മാര് പഠിപ്പിച്ചത് ഇല്ലേ? പിതാക്കന്മാര് പഠിപ്പിച്ചത് 100% അവഗണിക്കാനൊന്നുമല്ല നമ്മൾ. പക്ഷെ അതിനേക്കാൾ മുകളിൽ ഏതിനാണ് ആധികാരികത എന്നറിയാമോ? ദൈവം എന്ത് പറഞ്ഞു, ദൈവം എന്ത് പഠിപ്പിച്ചു. ദൈവം പഠിപ്പിച്ചതിൽ നിന്ന് പിതാക്കന്മാർക്ക് മനസ്സിലായതാണ് അവരുടെ വ്യാഖ്യാനം. ചിലപ്പോ അവര് പിതാക്കന്മാർക്ക് മനസ്സിലായതിനേക്കാൾ കൂടുതൽ ദൈവം എന്ത് ചെയ്തേക്കാം? നമുക്ക് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി തന്നേക്കാം. ഇത് ഗ്രഹിക്കാൻ, ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. എപ്പോഴും ഒറിജിനൽ ഡിസൈൻ ഇല്ലേ? ഒരു ഗെയിം കണ്ടിട്ടുണ്ടോ? ഞാൻ ജോണിനെ വിളിച്ചിട്ട് ഒരു രഹസ്യം ജോണിനോട് പറയും, ജോൺ അത് ടീച്ചറോട് പറയും, ടീച്ചർ അത് ജോൺസൺ ചേട്ടന്റെ ചെവി പറയും, ജോൺസൺ ചേട്ടൻ അത് തമ്പു സാറിന്റെ ചെവി പറയും. ഇങ്ങനെ പറഞ്ഞു അവസാനം അവിടെ ജോൺസൺ ചേട്ടന്റെ ചെവി വന്നപ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ കഴിച്ചത് എന്നായിരുന്നു? മുട്ടക്കറി ഉണ്ടായിരുന്നു, ചപ്പാത്തി. ഇന്ന് രാവിലെ ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയുമാണ് കഴിച്ചത്, പിന്നെ ഒരു ഗ്ലാസ് ചായയും കുടിച്ചു. ഇത് പറഞ്ഞു എന്ന് കഴിഞ്ഞപ്പോ അവിടെ ചെന്നപ്പോ ജോൺസേണിന് മനസ്സിലായത് ഉള്ളിക്കറിയാണ് കഴിച്ചത്, കാപ്പിയും കുടിച്ചു. ഇത് കുഴപ്പമെന്നാ? ഇത് ശരിക്കും മനസ്സിലാക്കണേ ആരെവിടെ വരണം? ജോൺസേൺ എന്റെ അടുത്ത് വന്ന് ചോദിക്കണം, എന്നാ ഇന്ന് രാവിലെ കഴിച്ച? അപ്പൊ ഞാൻ പറയും, ചപ്പാത്തി, ഉള്ളിക്കറി, ഉള്ളിയുള്ള മുട്ടക്കറി, പിന്നെ ഒരു ചായയും കുടിച്ചു. ഇത് കൈമാറി വന്നപ്പോ എന്ത് ചെയ്തു? കുറെയൊക്കെ ചോർന്നു. ഞാൻ 2 മുട്ട കഴിച്ചു എന്നുള്ളത് പിന്നെ മുട്ട കഴിച്ചു എന്ന് തോന്നണമെന്നാവും. എവിടെ പോയാണ് ഇത് തിരിച്ചെടുക്കേണ്ടത്? സോഴ്സിൽ ചെല്ലണം, ഉറവിടത്തിൽ ചെല്ലണം. ദൈവത്തിൽ നിന്നാണ് വിവാഹത്തെ കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് ബൈബിളിൽ കിട്ടുന്നത്. 3-ാം അധ്യായം മുതലുള്ള എല്ലാ കാര്യങ്ങളും ബൈബിളിലെ തന്നെയാണ്. പക്ഷേ ഞാൻ മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം. 3-ാമത്തെ അധ്യായത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ദൈവം ഭാര്യയോട് പറയുകയാണ്, നിന്റെ ഭർത്താവ് നിന്നെ ഭരിക്കും, അതുകൊണ്ട് നീ ആരാണ്? ഭാര്യ, അവൻ ഭർത്താവ്. ഇത് ദൈവത്തിന്റെ ഒറിജിനൽ ഡിസൈൻ ആണോ അല്ലയോ? ഭരിക്കപ്പെടേണ്ടവളാണ് ഭാര്യ എന്നുള്ളത് ദൈവത്തിന്റെ ഒറിജിനൽ ഡിസൈൻ ആണോ അല്ലയോ? സഹോദരിമാരെ, പാപത്തിന്റെ അനന്തര ഫലമായിട്ടാണ് ഭർത്താവ് ഭാര്യയുടെ മേൽ വാഴാൻ തുടങ്ങിയത്. ഈ പാപത്തിന് മുമ്പ് ദൈവത്തിന്റെ ഒറിജിനൽ ഡിസൈൻ അങ്ങനെ അല്ലല്ലേ? തക്ക തുണയാ. ഈ തുണ എന്നുള്ള വാക്ക് ബൈബിളിൽ ദൈവത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവത്തിന്റെ സ്ഥാനത്ത് ആ ഭാര്യ വരുന്നത് എന്ന് പറഞ്ഞാൽ ഭാര്യ ദൈവമാണോ എന്നല്ല അതിന്റെ അർത്ഥം.
ദൈവത്തെ ഇല്ലേ, യഹോവയെ എനിക്ക് തുണാന്നല്ലേ നമ്മൾ വായിക്കുന്നത്. യഹോവ എന്റെ തുണ എന്നുള്ള അതേ പദമാണ് ഭാര്യയെ കുറിച്ച് ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. തക്ക തുണ. ദൈവത്തെ കുറിച്ചും അതേ വാക്ക് ഉപയോഗിച്ചു. പക്ഷെ 3-ാം അധ്യായത്തിൽ വന്നപ്പോ പാപം ചെയ്തു. പാപത്തിന്റെ ഫലമായിട്ട് ഭാര്യ ആരായി? തുണ എന്നുള്ളത് വിട്ടേച്ച് ഭരിക്കപ്പെടുന്നവളായി. ഏതാ ഒറിജിനൽ ഡിസൈൻ? ദൈവം ഒറിജിനലി പ്ലാൻ ചെയ്തത് ഏതാ? തുണയായിട്ടുള്ള ഭാര്യയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഏതാ എടുക്കണ്ടേ? ഭാര്യമാർക്ക് സന്തോഷമായി. അങ്ങനെ ആശ്വസിക്കാനുള്ള ഒരു പരിപാടിയാണ് അവിടെ. അവിടെ അവിടെ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വം പ്രത്യേകിച്ച് പറയരുത്. കണ്ടോ, പെട്ടെന്ന് അനുകൂലമായ വാക്യം തേടിപ്പിടിച്ചു. ഇതാണ് പാപത്തിന്റെ അനന്തരഫലം. ഇപ്പോഴും വല്ല ലൂപ്പ് ഹോൾ ഉണ്ടോ അതൊന്നും. ഞാനിപ്പോ പറഞ്ഞ ആശയം മനസ്സിലാകും. ഒറിജിനൽ ഡിസൈനിൽ ചെല്ലുമ്പോൾ ഭാര്യ ഭരിക്കപ്പെടുന്നവളും ഭർത്താവ് ഭരിക്കുന്നവനുമല്ല. അവിടെ തക്ക തുണയാണ്. അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാണ്. പക്ഷെ എവിടാണ് ഇത് പ്രശ്നം പറ്റുന്നത്? 3-ാം അധ്യായത്തിലെ പാപത്തിലാണ്. അതിലേക്ക് ഞാൻ പിന്നെ വരുന്നുണ്ട്. ഒന്ന്, ഇത് ദൈവത്തിന്റെ ഐഡിയ ആണ്. 2, അവിടെ നമ്മൾ വായിക്കുന്നു, മാരേജ് ഈസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ. ഒരു പുരുഷനും സ്ത്രീയും അല്ലേ? അവിടെ അങ്ങനല്ലേ? ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. 4-ാം വാക്യം. ഇന്ന് നമ്മൾ വായിക്കുന്നത് എന്താ? ഇന്ന് പല സ്ഥലത്ത് നമ്മൾ കാണുന്നത് എന്നാ? ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ലേഖനത്തിന് ഒരു തലക്കെട്ട് കൊടുത്തു, ഗർഭിണിയായ അച്ഛൻ. ഞാൻ എഴുതിയ ലേഖനമാണ് കേട്ടോ, ഞാൻ എഴുതാൻ. പക്ഷെ അത് ആ തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ചില്ല. അവര് പറഞ്ഞു ഹെഡിങ് മാറ്റണമെന്ന് പറഞ്ഞു. കോഴിക്കോട് 2 ട്രാൻസ്ജെൻഡേഴ്സ് വിവാഹം കഴിച്ചു. അതിൽ ഭാര്യയാണ് ഗർഭിണിയായത്. പക്ഷെ അയാൾ ഒറിജിനലി പുരുഷനാണ്. അല്ല, സോറി, ഭാര്യ ഗർഭിണിയായി. ഭർത്താവ് ഗർഭിണിയായി. കുഴഞ്ഞല്ലോ. സ്ത്രീയിൽ നിന്ന് അയാൾ എന്ത് ചെയ്തു? അയാൾ ഒറിജിനൽ സ്ത്രീയാണ്, പക്ഷെ അയാള് ട്രാൻസ്ജെൻഡർ ആയി, പുരുഷനായി. എന്നിട്ട് ഭർത്താവായി. പക്ഷെ ഗർഭിണിയായത് അയാൾ. അതായത് ശരിക്കും ഒരു പെണ്ണാണ് ഗർഭിണിയായത്, പുരുഷനാണ്. പക്ഷെ അവരുടെ കുടുംബത്തിൽ പുരുഷൻ ഭാര്യയും സ്ത്രീ ഭർത്താവുമാണ്. രണ്ടുപേരും ട്രാൻസ്ജെൻഡേഴ്സാണ്. അപ്പൊ ഞാൻ അതിന് തലക്കെട്ട് കൊടുത്തു, ഗർഭിണിയായ അച്ഛൻ. ഇന്ന് നമ്മൾ കാണുന്ന ഒരു പെർവേർഷൻ, തലതിരിഞ്ഞൊരു പോക്കുണ്ട്. എന്താ? സ്ത്രീയും തമ്മിൽ വിവാഹം കഴിക്കുന്നു, പുരുഷനും വിവാഹം കഴിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഒറിജിനൽ ഡിസൈനിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹത്തെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വേഗത്തിൽ മുന്നോട്ട് പോകാം. 3, വിവാഹത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാണെന്നറിയാമോ? അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അതിന് ഇംഗ്ലീഷിൽ വിട്ടുപിരിയുക, പറ്റിച്ചേരുക. ലീവിങ് ആൻഡ് ക്ലീവിങ്. ലീവിങ് ആൻഡ് ക്ലീവിങ്. വിട്ടുപിരിയുക. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കാവോ? അവിടെ ഇട്ടാൽ പ്രശ്നമാണ്. ആ നടുക്കൂടെ ഇവിടെ ഇട്ട വിട്ടുപിരിയുക, പറ്റിച്ചേരുക. ആരെയായി വിട്ടുപിരിയുന്നത്? നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അപ്പനെ വിട്ടു, അമ്മയെ വിട്ടു, എന്നിട്ട് ആരോട് പറ്റിച്ചേർന്നു? ഭാര്യയോട് പറ്റിച്ചേർന്നു. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അനേക സ്ത്രീകൾ അപ്പനെയും അമ്മയും വിടില്ല. കാരണം ഇത് ആരോടാ പറഞ്ഞേ? പുരുഷനോട്. അപ്പനെയും അമ്മയെയും വിട്ട് പറ്റിച്ചേർന്നു. പക്ഷെ അവിടെ താഴേക്ക് പോകുമ്പോ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ഏകദേഹമായി തീരും എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുപേരും വിട്ടുപിരിയണം. എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ?
ഒരു ദേഹമായിട്ട് മാറുവാനായിട്ട് സാധിക്കുള്ളൂ. ഇതൊക്കെ നമ്മൾ ഒത്തിരി വിവാഹ ശുശ്രൂഷകളിൽ കേൾക്കുന്നതായതുകൊണ്ട് ഞാൻ അങ്ങ് വിശദീകരണം നിർത്തുക കേട്ടോ. ഞാൻ അവിടെ ഈ ഏകദേഹമാവുക എന്ന് പറയുമ്പോ ഞാൻ പറയാറുള്ളൊരു വാക്കുണ്ട്, ബി എ ബ്ലാങ്കറ്റ് മേറ്റ് എന്നാ പറയാറ്. ഒരു പുതപ്പിന്റെ കീഴിലേക്ക് മാറുക എന്ന് പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അനേകം ആൾക്കാര് വിവാഹം കഴിയും, ഭാര്യ UK പോകും, ഭർത്താവ് ജർമ്മനിയിൽ പോകും. എന്നിട്ട് ഇപ്പൊ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. 2 രാജ്യത്ത് പാർക്കാനല്ല, ഒരേ വീട്ടിൽ പാർക്കുക എന്നുള്ളതും അല്ല ഉദ്ദേശം. ഒരു വീട്ടിൽ പാർത്താ പോരാ, ഒരു വീട്ടിൽ 2 മുറി കിടന്നാൽ അതല്ല. ഒരേ മുറിയിൽ 2 കട്ടില് ഭിത്തിയുടെ 2 സൈഡിലേക്ക് അടുപ്പിച്ചിട്ട് വെച്ച് അത് മതിയോ? അതുമല്ല. കട്ടിലടുപ്പിച്ചിട്ടു, പക്ഷെ 2 പുതപ്പായാലോ? ഞങ്ങള് സാധാരണ 2 പുതപ്പ് ഉപയോഗിക്കും. കാരണം പുതപ്പിന് വേണ്ടി രാത്രി പിടിവലിയ, അതിന് തണുപ്പുള്ളപ്പോ അല്ലേ. പക്ഷെ ഒരേ പുതപ്പിന്റെ കീഴിൽ, ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഈ വിട്ടുപിരിഞ്ഞ് ഒന്നായി തീരുന്ന, അതിനകത്ത് ശാരീരികമായി, വൈകാരികമായി, ആത്മീകമായി ഉണ്ടാകുന്ന ഒരു ഐക്യതയാണ്. ശാരീരികമായ ഒരു ഐക്യതയുണ്ട്, വൈകാരികമായ ഒരു ഐക്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യേണ്ടത് തന്റെ ഭർത്താവിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലായിരിക്കണം. അതാണ് ഭർത്താവിനോട് പറ്റിച്ചത്. ഭർത്താവിന് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യേണ്ടത് തന്റെ ഭാര്യയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലായിരിക്കണം. അമ്മയെ കുറിച്ച് പറയുമ്പോഴാവരുത്. അതിന്റെ അർത്ഥം തന്റെ ജീവിതത്തിന്റെ 1ാം സ്ഥാനം ആർക്കായി? തന്റെ ജീവിത പങ്കാളിക്കായി. ആത്മീകമായ ഒരു ഐക്യത. എന്താ ഈ ആത്മീകമായ ഐക്യത? അതുകൊണ്ടാണ് 2 വിശ്വാസികൾ തമ്മിൽ മാത്രമേ വിവാഹം കഴിക്കാവൂ. ഒരു വിശ്വാസി ഒരു അവിശ്വാസിയെ വിവാഹം കഴിക്കുമ്പോ അവിടെ ആ ആത്മീകമായ ഐക്യത ഉണ്ടാവില്ല. ശലോമോന് സംഭവിച്ച പരാജയം അവിടെയാണ്. ശലോമോൻ അനേകം അവിശ്വാസികളായ ഭാര്യമാരെ സ്വീകരിച്ചു. നാല് കാര്യം പറഞ്ഞു. 5ാമത്, മാരേജ് ഈസ് ജോയിൻഡ് ബൈ ഗോഡ്. വാട്ട് ഗോഡ് ഹാസ് ജോയിൻഡ് ടുഗദർ. അവിടെ ദൈവം യോജിപ്പിച്ചതിനെ നമ്മൾ വായിച്ചത് അല്ലേ? ദൈവം യോജിപ്പിച്ചതിനെ. അപ്പൊ ഈ ഒരു സ്ത്രീയും പുരുഷനും ദൈവത്തിന്റെ പ്രമാണപ്രകാരം വിവാഹം കഴിക്കുമ്പോൾ ആരാണ് അവരെ യോജിപ്പിക്കുന്നത്? പ്രമാണപ്രകാരം. എല്ലാ സഭകളുടെയും വിവാഹ ശുശ്രൂഷയിൽ ഒരു ജാമ്യം എടുക്കുന്ന ഒരു വാക്യമുണ്ട്. അച്ഛന്മാരും ഈ വിവാഹ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ജാമ്യം എടുക്കും. എന്നാ ജാമ്യം എന്നറിയോ? അല്ല, അത് അവരവർക്ക് വേണ്ടി എടുക്കുന്നതാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ പറയുന്ന ഒരു ജാമ്യം എടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവഹിത പ്രകാരം അല്ലാതെ 2 പേര് ഒരുമിച്ച് വന്നാൽ അത് ദൈവം യോജിപ്പിച്ചതല്ല എന്ന് പറഞ്ഞാൽ എല്ലാ വിവാഹവും ഒന്നും ആര് യോജിപ്പിച്ചതല്ല, നിങ്ങളുടെ ആരുടെയും കാര്യമല്ല കേട്ടോ. വീട്ടിൽ ചെന്ന് സംശയത്തോടെ ഭാര്യയെ ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയേക്കരുത്. എന്ന് പറഞ്ഞാൽ ദൈവീക വ്യവസ്ഥ പ്രകാരം അല്ലാതെ 2 പേര് വിവാഹം കഴിച്ചാൽ ദൈവം എനിക്ക് തന്നതാണെന്ന് ആരും പറയണ്ട. ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരമല്ലാത്ത വിവാഹങ്ങളൊന്നും ദൈവം യോജിപ്പിക്കുന്നതല്ല. പക്ഷെ ഇവിടെ കൃത്യമായി പറയുകയാണ്, എന്താണ്? ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ എന്ത് ചെയ്യരുത്? വേർതിരിക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ട് നമ്മുടെ മക്കളിൽ, ഇനിയിപ്പോ നിങ്ങളൊക്കെ വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലല്ലോ, മക്കൾക്ക് വേണ്ടിയൊക്കെ വിവാഹം ആലോചിക്കുന്നവരും വിവാഹം കഴിപ്പിക്കുന്നവരുമാണ്. ആ വിവാഹങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം, ദൈവം യോജിപ്പിക്കുന്ന വിവാഹങ്ങൾ, ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരമുള്ള വിവാഹം നമ്മൾ എന്ത് ചെയ്തോണം? നമ്മൾ ഇഷ്ടമുള്ളടത്തൂടെയൊക്കെ നടന്നേച്ച് ഇഷ്ടമുള്ള ഒരാളെ വിളിച്ചോണ്ട് വന്നേച്ച് ഇതാ ദൈവം എനിക്ക് തന്നേന്ന് ആരും എന്ത് ചെയ്യരുത്? ദൈവം യോജിപ്പിച്ചത്. അതിന്റെ അർത്ഥം തന്നെ ദൈവം യോജിപ്പിക്കാത്തതുണ്ടെന്നുള്ളതാണ്. അല്ലാണ്ട് വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോ ആശ്വസിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്യമല്ല ഇത്. ഇന്ന് അനേക സ്ഥലത്ത് പലരും സ്വയം ആശ്വസിക്കാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഇതാ തന്നത്. അങ്ങനൊന്നും അല്ല. ദൈവം തന്നതാണോ എന്നുള്ളത് പ്രാർത്ഥിച്ച് ബോധ്യത്തോടെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഒന്നാമത് നമ്മൾ കണ്ടത്
എന്താണ്? ഗോഡ്സ് ഡിസൈൻ ഫോർ മാരേജ്. ദൈവത്തിന് വിവാഹത്തെ കുറിച്ചുള്ള വിഭാവനം എന്തായിരുന്നു? രണ്ടാമതായിട്ട് ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദ പ്രോബ്ലം ഓഫ് ഹാർഡ് ആൻഡ് ഹാർട്ട്. കഠിനപ്പെട്ടുപോയ ഹൃദയത്തിന്റെ പ്രശ്നം. 7-8 വാക്യങ്ങൾ. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്താ? നമ്മള് ആവർത്തനം 24 നമ്മളിപ്പോ വായിച്ചു അല്ലേ? എന്തിനാ പിന്നെ മോശ അങ്ങനെ കൽപ്പന കൊടുത്തത്? അതിന് യേശു അവരോട് പറഞ്ഞ മറുപടിയാണ് 8-ാം വാക്യത്തിൽ. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. പിന്നെയും എങ്ങോട്ടാ റെഫറൻസ് പോകുന്നേ? ആദിയിൽ. തുടക്കത്തിൽ ദൈവം വിഭാവനം ചെയ്തത് അങ്ങനല്ല. മോശ കൽപ്പന കൊടുത്തപ്പോ ഡിവോഴ്സ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തത് എന്തിനാണ് അവരുടെ ചോദ്യം. യേശു പറയുകയാണ്, അവിടെ അവര് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? മോശ കൽപ്പിച്ചതെന്ത്? ഡിവോഴ്സ് ഒരു കൽപ്പനയായിട്ടാണ് അവര് മനസ്സിലാക്കിയത്. ഡിവോഴ്സ് ഒരു കൽപ്പനയല്ല. ഡിവോഴ്സ് ഈസ് നോട്ട് എ കമാൻഡ്. യേശു അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അനുവാദമാണ്, കൽപ്പനയല്ല, അനുവാദമാണ്. എന്താ ഇതിന്റെ വ്യത്യാസം? എന്താ? നമ്മള് പിള്ളേര് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഒരു ടൂർ വെച്ചിരിക്കുന്നത് ഗുണ കേവിലേക്കാണെന്ന് കരുതുക. കൊടൈക്കനാല് ഗുണ കേവ് കേട്ടിട്ടുണ്ടോ? ഗുണ കേവ് കൊടൈക്കനാലിലെ വളരെ അപകടം പിടിച്ച ഒരു ഗുഹയാണ്. ഒത്തിരി ആളുകൾ പോയി മരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊരു പേടിയായി, കർത്താവ് ഗുണ കേവിലേക്കൊന്നും ഇതിനെ വിടുന്നില്ല. നമ്മൾ തീരുമാനിച്ചു ഗുണ കേവിലേക്ക് വിടൂല്ല. ഈ കൊച്ച് പട്ടിണി കിടക്കൽ തുടങ്ങി. എനിക്ക് പോയേ പറ്റൂ. പിന്നെ നമ്മളോട് മിണ്ടാട്ടോ ഇല്ല, ആകെ പിണക്കമാണ്. 3 ദിവസമായി ഉപവാസം, സമരം. 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സലിഞ്ഞേച്ച് കാശെടുത്തു, പോ, എല്ലായിടത്തും പോ. കൽപ്പിച്ചതാണോ പോവാൻ? ഗതികേട് കൊണ്ട്. ഇവിടെ ഈ ഡിവോഴ്സ് ചെയ്യാനുള്ള പ്രമാണം അനുവദിച്ചതാ എന്ന് പറഞ്ഞ ഗതികേടാണ്. ഇത് അനുവദിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടാവും. അങ്ങനൊരു സാഹചര്യത്തിൽ ദൈവമല്ല മോശ അനുവദിച്ചതാണ് ഡിവോഴ്സ്. അതായത് അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രയെന്ന് പറഞ്ഞതിന്റെ ആശയം എന്താണെന്ന് അറിയാമോ? യുവന്മാര് ഡിവോഴ്സ് ചെയ്യാൻ വല്ല മാർഗമുണ്ടോ എന്ന് നോക്കിയാണ് നടന്നുകൊണ്ടിരുന്നത്. എങ്ങനെയും വിവാഹമോചനം നേടണം. അങ്ങനെ ഒരു സമയത്ത് മോശ അവർക്ക് അനുവാദം കൊടുത്തതാണ്. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മോശയിക ന്യായ പ്രമാണത്തിലെ കൽപ്പനകളെ നമ്മൾ ഏതർത്ഥത്തിൽ പഠിക്കണമെന്ന് മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? യേശു കർത്താവ് ഇവിടെ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു അനുവദിച്ച കാര്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുത്തു. റബിമാര് പഠിപ്പിച്ചത് ഒരു കൽപ്പനയായിട്ട് പഠിപ്പിച്ചെങ്കിൽ യേശു അതിനൊരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. വിവാഹം എന്ന് പറയുന്നത് അലംഘനീയമായിരിക്കുന്ന അല്ലെങ്കിൽ ലംഘിക്കാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു കൽപ്പനയാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രമാണത്തിൽ ഡിവോഴ്സ് ഇല്ല. ഇനി പിന്നെ എന്തിനായി ഡിവോഴ്സ് അനുവദിച്ചത്? ഡിവോഴ്സ് അനുവദിച്ചത് ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാൻ ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇത് അനുവദിച്ചതിന്റെ കാരണം പാപം ലോകത്തിലേക്ക് വന്നതിന്റെ അനന്തര ഫലമാണ്. പാപം ലോകത്തിലേക്ക് വന്നതിന്റെ അനന്തര ഫലമായിട്ടാണ് ദൈവം വിവാഹത്തെ അനുവദിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, വിവാഹമോചനം പാപം ഉണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഡിവോഴ്സ് ആസ് ആൻ എവിഡൻസ് ഓഫ് സിൻ. കർത്താവ് അതിനൊരു വ്യാഖ്യാനം കൊടുത്തു അല്ലേ? അതിലേക്ക് ഇനി വരുന്നുണ്ട്.
ഹൃദയകാഠിന്യ നിമിത്തം അത്രയെന്ന് കർത്താവോടെ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, വിവാഹിതരാകുന്ന ഒരു സ്ത്രീയും പുരുഷനും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപമാണ് എന്തിലേക്ക് നയിക്കപ്പെടുന്നത്? വിവാഹമോചനത്തിലേക്ക് നയിക്കപ്പെടുന്നത്. അപ്പൊ ദൈവം എങ്ങനെ അനുവദിച്ചു എന്നുള്ളതൊരു പ്രശ്നമാണോ? ഇന്ന് ഡിവോഴ്സ് പെർമിറ്റഡ് ആണോ? എന്റെ ഒരു ചോദ്യം. നടക്കുന്നുണ്ടോ എന്നുള്ളതല്ല, പെർമിറ്റഡ് ആണോ എന്നാണ് എന്റെ ചോദ്യം. തെറ്റാണ്. എന്തുകൊണ്ടാണ് ഇത് ഗവൺമെന്റ് അനുവദിക്കുന്നത്? ചിലർ ഒരുമിച്ച് ജീവിച്ച കൊലപാതകം നടക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഇവരെ ഈ കൗൺസിലിങ്ങിന് ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞ് പെറ്റീഷൻ കൊടുത്താലും ഗവൺമെന്റ് എന്ത് ചെയ്യും? കൗൺസിലിംഗ് നടത്തും. വല്ല മാർഗം ഉണ്ടോ ഇവരെ യോജിപ്പിക്കാൻ? അപ്പൊ ഈ കൗൺസിലർ ഒരു റിപ്പോർട്ട് ജഡ്ജിക്ക് കൊടുക്കുന്നുണ്ട്, സാറേ ഇവരെ ഒരുമിച്ച് വിട്ടാൽ ചിലപ്പോ ഒരാളെ തിരിച്ചു വരുള്ളൂ. ഇങ്ങനൊരു കേസ് സ്റ്റേജ് വന്നാ പറയും നിങ്ങൾ രണ്ടു വഴിക്ക്. അപ്പൊ ഇവിടത്തെ പ്രശ്നമെന്ന് പറയുന്നത് ദൈവമല്ല ഇവിടത്തെ പ്രശ്നക്കാരൻ, പിന്നെ ആരാ? ഈ രണ്ട് കക്ഷികളാണ് പ്രശ്നക്കാരൻ. ഇവർ ഒരുമിച്ച് പോയാൽ പ്രശ്നമാണെന്നുള്ളതാണ്. അതായത് ഇവര് ദൈവം യോജിപ്പിച്ച കക്ഷികളൊന്നും അല്ല എന്നുള്ളത് ഇതാരും എക്സ്ക്യൂസ് ആയിട്ട് എടുക്കരുത് കേട്ടോ. ഡിവോഴ്സിന് വല്ലതും പറഞ്ഞാൽ ഈ ഹൃദയകാഠിന്യമുള്ള നമ്മൾ എന്ത് ചെയ്യും? ഇത് ദൈവം യോജിപ്പിച്ചതല്ല, എനിക്ക് വേണ്ട. ചർച്ചകൾ നടത്തിക്കാണ്ടില്ലേ? നമുക്കതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. അറിയാൻ മേലാത്തവരെ കുറിച്ച് ഞാൻ പറഞ്ഞത് ശരിയാവില്ല. ഇവിടെ കർത്താവ് ഈ കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത് എന്ത് പറഞ്ഞാൽ നോക്കി, 8-ാം വാക്യത്തിന്റെ അവസാനം, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. എപ്പോഴും കർത്താവ് പറയുമ്പോ റെഫർ ചെയ്യുന്ന വിഷയം എന്താണ്? നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ്, ആദിയിൽ അങ്ങനല്ല. എന്തൊക്കെ പറഞ്ഞാൽ ഇത് ഗോഡ്സ് ഡിസൈൻ അല്ല. ഡിവോഴ്സ് ഈസ് നോട്ട് ഗോഡ്സ് ഡിസൈൻ. ഇതാണ് കർത്താവ് പഠിപ്പിക്കുന്നത് നമുക്ക് പറയാനുള്ളത്. എക്സ്ക്യൂസ്, ഒഴിവുകഴിവ് പറയുന്നവർ എപ്പോഴും എടുക്കുന്നു. മോശം പിന്നെയും പറഞ്ഞില്ലേ? ഇല്ല, കർത്താവ് അതിന് ഉത്തരം പറഞ്ഞു, ആദിയിൽ അങ്ങനല്ല. പിന്നെ അവര് പറയും, പിന്നെന്താ മോശം അങ്ങനെ പറഞ്ഞു? എടാ, ഒറിജിനൽ ഡിസൈൻ അതല്ലെന്ന് കർത്താവ് പിന്നെ പഠിപ്പിക്കുന്നത് ഒറിജിനൽ ഡിസൈൻ. അതുകൊണ്ട് നമ്മൾ ഏതാ നോക്കേണ്ടത്? ഓൾവേസ് ലുക്ക് ബാക്ക് ടു ഒറിജിനൽ ഡിസൈൻ. ഇന്ന് ദൈവവചനം കേൾക്കുമ്പോ നമ്മൾ ഓർത്തോണം, ദൈവം വിഭാവനം ചെയ്ത ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. നമ്മൾ ചിലപ്പോ പറയുമല്ലോ, നമ്മൾ ദൈവം തമ്പുരാനൊന്നുമല്ല, മനുഷ്യനല്ലേ. ശരിയാ, പക്ഷെ വിശുദ്ധ ജീവിതം നയിക്കാനാണ് ദൈവം വിഭാവനം ചെയ്തത്. ദാറ്റ് വാസ് ഒറിജിനൽ ഡിസൈൻ. നമ്മൾ ഏത് എക്സ്ക്യൂസ് ഉള്ള വഴി തെരഞ്ഞെടുക്കരുത്, ദൈവം വിഭാവനം ചെയ്ത വഴി തെരഞ്ഞെടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? വീട്ടിൽ ചെന്നോ വഴക്കായിരിക്കുമോ? അല്ല, അങ്ങനെ പറയരുതാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, ഈ ഡിവോഴ്സ് ചെയ്തത് ദൈവം യോജിപ്പിക്കാത്തതുകൊണ്ടല്ല, ഹൃദയകാഠിന്യ നിമിത്തമാണെന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. നിങ്ങളുടെ ഹൃദയകാഠിന്യമാണ് പ്രശ്നം. എല്ലാ വിവാഹവും ദൈവം യോജിപ്പിക്കുന്നില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷെ ഡിവോഴ്സ് ചെയ്തതിനെല്ലാം കാരണം ദൈവം യോജിപ്പിച്ചില്ല എന്നുള്ളതല്ല. അതുകൊണ്ടാണ് പറഞ്ഞ ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യർ വേർപിരിക്കരുതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ദൈവം യോജിപ്പിച്ച പലതിനെയും മനുഷ്യർ എന്ത് ചെയ്തിട്ടുണ്ട്? വേർപിരിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ഡിസൈൻ അല്ല ഡിവോഴ്സ്. മനസ്സിലായോ? ഇനിയിപ്പോ ഇവിടെ ഞാൻ പറഞ്ഞത് ബ്രാക്കറ്റാ. ആ ബ്രാക്കറ്റ് എടുത്തു കളഞ്ഞേച്ച് ചിന്തിക്കരുത്. എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കേസാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും കയറി അപ്ലൈ ചെയ്യരുത്. ഡിവോഴ്സ് നടന്നവരെ ആരും പറഞ്ഞേക്കരുത്. അതാ ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്, ഡിവോഴ്സ് ചെയ്യാൻ ഇതൊരു കാരണമായിട്ട് ആരും പറയരുത് പറഞ്ഞതിന്റെ കാര്യം അതാ. കുഴപ്പമായോ? എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും അതാ ഈ ഹൃദയകാഠിന്യത്തിൽ അത് വരുന്നത്. ഹൃദയകാഠിന്യം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാണ്?
ക്ഷമിക്കുന്നില്ല, ഹൃദയകാഠിന്യമുള്ളത് കൊണ്ട് സഹിക്കുന്നില്ല, എന്നിട്ട് ദൈവത്തെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. കർത്താവ് വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാ? നിങ്ങളുടെ ഹൃദയകാഠിന്യം. അപ്പോൾ ഓൾവേസ് ലുക്ക് ബാക്ക് ടു ഒറിജിനൽ ഡിസൈൻ. മൂന്നാമത്തെ കാര്യം, വിവാഹമോചനത്തിന്റെ ഗൗരവം എന്താണ്, അല്ലെങ്കിൽ അത് എത്ര സീരിയസ് ആയ ഒരു കണ്ടീഷനിലാണ് വിവാഹമോചനത്തിലേക്ക് പോകേണ്ടത്. ഒൻപതാം വാക്യത്തിൽ കർത്താവ് പുതിയ നിയമത്തിൽ വിവാഹമോചനം അനുവദിക്കുന്ന ഒരു സിനാരിയോ കർത്താവ് അവിടെ കൊണ്ടുവരികയാണ്. എന്താണ് 9-ാം വാക്യം? ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം വ്യഭിചാരം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ, അപ്പൊ അവളെ ഏത് കാരണത്താലാണ് ഉപേക്ഷിക്കപ്പെട്ടത്? പരസംഗ നിമിത്തം. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യും. അപ്പോൾ തിരിച്ചു ഇത് ഒരു സൈഡിൽ നിന്നാണല്ലോ എപ്പോഴും എഴുതുന്നത്. നമ്മള് പണ്ടൊക്കെ പറയില്ല, എല്ലാത്തിനും അവൻ എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാണല്ലോ അവനോ അവളോ അല്ലേ, അവൻ ബ്രാക്കറ്റിൽ അവളെന്ന് ഇപ്പോഴാണ് എഴുതി തുടങ്ങി. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഓക്കെ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഒരുപോലെ ബാധകമാണ്. ഇവിടെ കർത്താവ് പറയുന്ന ഒരേ ഒരു വിവാഹമോചനത്തിലുള്ള ഒരേ ഒരു ഒഴിവ് കഴിവ് പരസംഗമാണ്. അതിന്റെ അർത്ഥം എന്താ? ഡിവോഴ്സ് ഈസ് നോട്ട് ട്രിവിയൽ. അതായത് ചോദ്യം എവിടെ നിന്നായിരുന്നു തുടങ്ങിയത്? അവിടെ നിന്നാ ഏത് കാര്യം ചൊല്ലി വിവാഹമോചനം ചെയ്യാവും? തിരിച്ചവിടെ ആ ചോദ്യത്തിന് കർത്താവോട് ഉത്തരം പറയുക, ഒരേ ഒരു ഒഴിവ് കഴിവേ ഉള്ളൂ. അതെന്താണ്? വിശ്വസ്തതയിലേക്കാ കർത്താവ് നമ്മളെ വിളിക്കുന്നത്. വിവാഹ ജീവിതത്തിലെ വിശ്വസ്തത, കുടുംബ ജീവിതത്തിലെ വിശ്വസ്തത, അതാണ് ദൈവമക്കൾ എന്ന നിലയിൽ നമ്മെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം. അതായത് ദൈവം മനുഷ്യനുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം ആ ഉടമ്പടിയിൽ വിശ്വസ്തനായി നിൽക്കുന്നത് പോലെ ദൈവം യോജിപ്പിക്കുന്ന മനുഷ്യരും എന്ത് ചെയ്യണം? ആ ഉടമ്പടിയിൽ വിശ്വസ്തരായി നിൽക്കണം. അതല്ലാതെ ഒരു കാരണവും എന്ത് ചെയ്യരുത്? വിവാഹമോചനത്തിലേക്ക് നയിക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി റീമാരേജ് ആഫ്റ്റർ ഇല്ലെജിറ്റിമേറ്റ് ഡിവോഴ്സ് ലീഡ്സ് ടു അഡൽട്ടറി. ഇനി ഒരാള് പരസംഗം ഹേതുവായിട്ട് ഭാര്യ ഉപേക്ഷിച്ചു, എന്നാ പിന്നെ അവളെ കെട്ടിയേക്കാന്ന് ഒരുത്തൻ വിചാരിച്ചാൽ അത് എന്താണ്? അതും വ്യഭിചാരമാണ്, അതും പരസംഗമാണ്. ഇനി അപ്പൊ ഒരു കാര്യമുണ്ട്, ഈ വിവാഹം കഴിക്കുന്നവൻ അവനുമായിട്ടായിരുന്നു നേരത്തെ പരസംഗം എങ്കിലോ എങ്ങനെ ആയിരുന്നെങ്കിൽ അവള് ആദ്യത്തെ വിവാഹം കഴിക്കരുതായിരുന്നു. അതായത് എന്താണ്? വിശ്വസ്തതയാണ് അവിടെ ഡിമാൻഡ് ചെയ്യുന്നത്. അവിശ്വസ്തത കാണിക്കാൻ ദൈവം ഒരിക്കലും അനുവദിക്കുന്നില്ല. മലാഖി 2:16 നോക്കിയേ, ദൈവം പറയുന്ന വാക്കുകള്, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, അത് ചെയ്യുന്നവൻ തന്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളും. ഈ മലാഖി 2-ാം അധ്യായത്തിന്റെ ഈ 16-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം എന്നാ പറയുന്നതെന്നറിയാമോ? 12-13 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവം അവരോട് വാദിക്കുകയാണ്, നിന്റെ യൗവനത്തിലെ ഭാര്യയോട് നീ അവിശ്വസ്തത കാണിക്കുന്നു എന്നാ പറയുന്നത്. നിന്റെ യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കുക, എന്നിട്ട് ആ അവിശ്വസ്തതയുടെ ഫലമായിട്ട് ഭാര്യയെ ഉപേക്ഷിക്കുക. ഏത് കാരണം ചൊല്ലി ഇവൻ അവിശ്വസ്തത കാണിക്കും, എന്നിട്ട് ഭാര്യയുടെ ചായ കൊള്ളില്ല എന്ന് പറഞ്ഞ് അവളെ ഉപേക്ഷിക്കും. ഈ പ്രശ്നത്തെയാണ് ഇവിടെ, അതിൽ നിന്നാണ് ഈ റബിമാര് ഏത് കാരണവും ചൊല്ലി ഭാര്യമാരെ ഉപേക്ഷിക്കാം എന്നുള്ള പഠിപ്പിക്കലിൽ നിന്നാണ് അവരെ ചെയ്തത്.
കർത്താവ് ഇവിടെ അതിന് ഒരു കറക്ഷൻ കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, വി മസ്റ്റ് ഫൈറ്റ് ഫോർ അവർ മാരേജസ്. നമ്മുടെ വിവാഹ ജീവിതം നിലനിൽക്കാൻ വേണ്ടി നമ്മൾ പോരാടണം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഏകദേശം ഒരു 15 വർഷം മുമ്പ് 72 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 45 വയസ്സുള്ള ഒരു ബാലികയുമായി ഒളിച്ചോടി. 72 വയസ്സുള്ള ചെറുപ്പക്കാരൻ 70 വയസ്സായ തന്റെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട്, അദ്ദേഹം ഭയങ്കര ആത്മനിറവുള്ള മനുഷ്യനായിരുന്നു കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹം ഭയങ്കര ഘോരഘോരമൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പോകുന്നത് അങ്ങനത്തെ ഒരു സഭയിലാണ്. അവിടെ പാസ്റ്റർ ഇല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നതും ഈ ഭക്തനാണ്. 72-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു? തന്റെ 50 വയസ്സായ മക്കളെ ഉപേക്ഷിച്ച്, 50 ഏകദേശം 45 വയസ്സായ മക്കളെ ഉപേക്ഷിച്ച്, 70 വയസ്സായ ഭാര്യ ഉപേക്ഷിച്ചിട്ട് ഈ തന്റെ മക്കളുടെ പ്രായമുള്ള ഒരു പെണ്ണിനെയും കൊണ്ട് വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചിക്കല്ല, ഒളിച്ചോടി. ഞാൻ വേറൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോ നിങ്ങളുടെ നാട്ടുകാരൻ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയില്ലല്ലോ ആരാന്ന്. അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോ പറയാ, ഈ മനുഷ്യരാ, തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇദ്ദേഹം ചെന്ന് താമസിക്കുക. അപ്പൊ ഇവിടെ ആയിരുന്നപ്പോ വെള്ളമുടിയായിരുന്നു, അവിടെ ചെന്ന് കണ്ടപ്പോ കറുത്ത മുടിയായി. കാരണം ഭാര്യ ചെറുപ്പക്കാരിയാണ്. കുറച്ചു കാലം ജീവിച്ചോളൂ, പെട്ടെന്ന് മരിച്ചുപോയി. ഇദ്ദേഹം വലിയ ധനാഢ്യനായ മനുഷ്യനായിരുന്നു. തന്റെ സമ്പത്ത് നാനാവിധമായി പോയി. സമ്പത്തിനെ കുറിച്ച് പറയാനല്ല, കുടുംബജീവിതത്തിലെ വിശ്വസ്തയെ കുറിച്ച് പറയാനാണ്. ദൈവം ഉപേക്ഷണം വെറുക്കുന്നു. God hates divorce. We must fight for marriage. ഈ കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നും വരും. ഏത് പ്രായത്തിലാ, ഏത് സമയത്താ ഏറ്റവും കൂടുതൽ ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്? നിങ്ങളൊന്ന് ഓർത്തു നോക്കി. ഓരോ ദിവസം ചെല്ലുന്നവർ കൂടി വരുവാണെങ്കിൽ പറയണ്ട കേട്ടോ. പണ്ടൊക്കെ കുറച്ചേ ഉള്ളായിരുന്നു, ഇപ്പൊ അതിനേക്കാൾ കൂടുതലാണ്. ഏതാ, കല്യാണം കഴിഞ്ഞ് 30 കൊല്ലമായിട്ടും കൂടിയാ വരുന്നെങ്കിൽ ആണോ, അതേ കുറഞ്ഞാണോ വന്നേ? ആരും ഒന്നും മിണ്ടുന്നില്ല, എനിക്കൊരു ടെൻഷൻ. എല്ലാ പ്രായത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ അത് വഴക്കായി മാറൂ. അതേത് പ്രായത്തില്? ഇതുവരെ അങ്ങനെ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങള് വിവാഹം ആദ്യത്തെ 2 വർഷത്തിനകത്താണ് ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങളും, ആദ്യത്തെ 2 വർഷത്തിനകത്താണ് ഏറ്റവും കൂടുതൽ പിണക്കങ്ങളും, ആദ്യത്തെ 2 വർഷത്തിനകത്താണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സും നടക്കുന്നത്. ഞാൻ ഈ ചില ആൾക്കാർ 3 മാസം കഴിയുമ്പോഴൊക്കെ വിവാഹമോചനം നേടുമല്ലോ. എനിക്ക് അങ്ങനെ ഒരു കപ്പിളിനെ കൗൺസിലിംഗ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾ ആദ്യത്തെ 2 വർഷം പിടിച്ചു നിൽക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ. ഇപ്പൊ അവര് സന്തോഷമായിട്ട് ജീവിക്കുക, ആത്മീയ മേഖലയിൽ മുൻപന്തിയിലും ഉണ്ട്. വളരെ സന്തോഷമാണ്. രണ്ടുപേരും ഒരുപോലെ ആത്മീയ കാര്യങ്ങളിൽ മുന്നോട്ട് പോകും. വിവാഹം കഴിഞ്ഞ സമയത്ത് ഭർത്താവിന് മാത്രമേ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളായിരുന്നു, ഭാര്യയ്ക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. ഇപ്പൊ ഭാര്യയും താല്പര്യമുള്ളയാളായി, ഉത്സാഹത്തോടെ വരുന്നുണ്ട്. ഇപ്പൊ അവര് സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. അവര് തമ്മിൽ ഇപ്പൊ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തവരായി ജീവിക്കണമെങ്കിൽ ഒരാൾ മന്ദബുദ്ധിയായിരിക്കും. ഒരഭിപ്രായമില്ല, എല്ലാം നിന്റെ ഇഷ്ടം പോലെ. അങ്ങനെയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ ഇച്ചിരി ബുദ്ധിയുള്ള ഭാര്യയും ഇച്ചിരി ബുദ്ധിയുള്ള ഭർത്താവും ആണെങ്കിൽ ഉറപ്പായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. രണ്ടുപേർക്കും പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യണം? തന്റെ ഭാര്യയ്ക്ക് വേണ്ടി തന്റെ ഇൻട്രസ്റ്റുകളിൽ കോംപ്രമൈസ് ചെയ്യാൻ,
തന്റെ ഭർത്താവിന് വേണ്ടി തന്റെ താല്പര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാനും. അവിടെയാണ് ഏകദേഹമായി തീരുന്നത്. എനിക്ക് എന്റെ ഇഷ്ടം, നിനക്ക് നിന്റെ ഇഷ്ടം. അതല്ല ഏകദേഹം, അതല്ല വൺനെസ്. അതാ ഞാൻ പറഞ്ഞ ബ്ലാങ്കറ്റ് മേറ്റ്സ്. മനസ്സിലാക്കുക, നമ്മുടെ കുടുംബജീവിതത്തെ വിട്ടുകളയരുത്. അറ്റ് എനി ഏജ് ഇതിനി ശരിയാവും തോന്നണില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയാനായിട്ട് ഇടവരരുത്. ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. നമ്മുടെ വീട്ടിൽ നിങ്ങൾ ഈ കൗൺസിലിംഗ് കൊടുക്കണം നമ്മുടെ മക്കൾക്കൊക്കെ. വി മസ്റ്റ് പെർസ്യൂ ഫോർഗിവ്നെസ് ആൻഡ് റീകൺസിലിയേഷൻ. എന്താണ് ഈ ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഭാര്യയോട് ഫൈറ്റ് ചെയ്യാനല്ല, അല്ലെ? ഇതിനു മുമ്പത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, വി മസ്റ്റ് ഫൈറ്റ് ഫോർ അവർ മാരേജസ് എന്ന് പറഞ്ഞു. വി മസ്റ്റ് ഫൈറ്റ് ഫോർ ആണ്, എഗൻസ്റ്റ് അല്ല. ഭാര്യക്കെതിരെ ഫൈറ്റ് ചെയ്യാനല്ല പറഞ്ഞത്, വിവാഹ ജീവിതം നിലനിൽക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നാണ്. അതിന് നമുക്ക് ആവശ്യമുള്ള 2 കാര്യങ്ങളാണ്. എന്താ? ക്ഷമിക്കുക. എന്റെ ഭാര്യ എന്നോട് ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ, ഞാൻ എന്റെ ഭാര്യയോട് ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയത് നിങ്ങളുടെ എല്ലാ കുടുംബജീവിതത്തിന്. ആരും വിചാരിക്കരുത് ഞാൻ ക്ഷമിച്ചത് കൊണ്ടാന്ന് മാത്രം വിചാരിക്കരുത് കേട്ടോ. അങ്ങേരും ക്ഷമിച്ചു, അവരും ക്ഷമിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചത് കൊണ്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നിരപ്പ് പ്രാപിച്ചത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പുതപ്പിന്റെ കീഴെ കിടക്കണം. എന്താ അതിന്റെ ഒരു ഗുണം എന്നറിയാമോ? ഈ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഭയങ്കര അഭിപ്രായ വ്യത്യാസമാണ്. ഒരുറക്കം കഴിഞ്ഞ് തിരിഞ്ഞു കിടന്നപ്പോ ഒരു തോന്നൽ വരും, പാവം അന്നേരത്തെ എനിക്കറിയാം, അല്ലേലും അന്നേരത്തെ ചൂടൊക്കെ ഉള്ളു. ഒന്ന് തിരിഞ്ഞു കിടന്നപ്പോ മനസ്സിലായി ഈ 2 കട്ടിലേക്ക് കിടന്നാൽ ഇതുണ്ടാവില്ല. അതിനാ ഞാൻ പറഞ്ഞു, ഒരു പുതപ്പിന്റെ കീഴിൽ ക്ഷമ, നിരപ്പ്. വീണ്ടും, we must seek God's grace to soften our hearts. ദൈവത്തിന്റെ കൃപ ധാരാളം നമുക്ക് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈ റിയാലിറ്റി ഏറ്റവും കൂടുതൽ ഉള്ളത് കുടുംബജീവിതത്തിലാണ്, അല്ലേ? ഞാൻ ഈ വിവാഹത്തിനൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്: the place where the rubber meets the road is family. റോഡും ടയറും തമ്മിൽ കൂട്ടിമുട്ടുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? ഒരച്ചിൽ എവിടെ മാത്രമേ ഉള്ളൂ? കുടുംബജീവിതത്തിലുള്ളൂ. നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളെ നമുക്ക് ഇഷ്ടമല്ല, വേണേ മിണ്ടാതെ നടക്കാം, ഓഫീസിൽ പോകുന്നിടത്തോളം കാലം. പക്ഷെ വീട്ടിൽ ഇത് പറ്റൂ? മിണ്ടാതെ പറ്റുമോ? നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് പറയണേ, ഞാൻ ഉറങ്ങിപ്പോവാണെങ്കിൽ രാവിലെ 5:30 വിളിക്കണേ. മിണ്ടാതിരുന്നാ വിളിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്നെ ചവിട്ടണം എന്ന് പറയണം, അല്ലേ? We must seek God's grace. നമുക്ക് ദൈവകൃപ ധാരാളം ആവശ്യമുണ്ട്. വീണ്ടും ഞാൻ വേഗത്തിൽ സമയം മുന്നോട്ട് പോയി. ഞാൻ വിചാരിച്ചു ഇന്ന് 8:15 തീരുവന്നു. ഇന്ന് 8:30 ആയാലും തീരാനൊരു മാർഗം ഞാൻ കാണുന്നില്ല. വേഗത്തിൽ, we must also show compassion. മനസ്സലിവുള്ളവരാവുക. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പാപിനിയായ ഒരു സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നുണ്ട്. 8:1 മുതൽ 11 വരെയുള്ള വാക്യം. യേശു അവിടെ മനസ്സലിഞ്ഞു എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട്, അല്ലെ? അവിടെ ന്യായപ്രമാണം കൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? വിധിക്കാം, ഇല്ലേ? അങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് മോശ പറഞ്ഞത്. പക്ഷെ അവിടെയും യേശു കല്ലെറിയാനല്ല പഠിപ്പിച്ചത്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയാനാണ് പഠിപ്പിച്ചത്. ഈ ഏതൊരു ബന്ധവും നിലനിൽക്കുന്നതിന്റെ കാരണം മനസ്സലിവാണ്. നമുക്ക് ഏത് ബന്ധവും നിലനിൽക്കണമെങ്കിൽ അവിടെ മനസ്സലിവ് ആവശ്യമായിട്ടുണ്ട്. ഒരു വാക്യം വായിക്കാം, ഗലാത്യ ലേഖനം. നമ്മൾ ഇതിനു മുമ്പ് കൂടെ വായിച്ചിട്ടുണ്ട്, കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ക്ലാസ്. ഗലാത്യർ 6:1 നിങ്ങളുടെ ഒരു സഹോദരൻ പിന്മാറിപ്പോയാൽ സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുകയും. ഈ സൗമ്യത ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അവനോടൊരു മനസ്സലിവ് ഉണ്ടാകണം.
നമ്മൾ എപ്പോഴാ പരാജയപ്പെടുന്നതെന്ന് അറിയാമോ? ഈ മനസ്സലിവില്ലാതെ പോകുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവസാനത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇത് കേട്ടപ്പോ ശിഷ്യന്മാരുടെ പ്രതികരണം, യേശുവിന്റെ പഠിപ്പിക്കൽ എന്താ ശിഷ്യന്മാര് പ്രതികരിച്ചത് നോക്കിയേ. 10ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാര് പ്രതികരിച്ചത്, ശിഷ്യന്മാർ അവനോട്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലതെന്നാണ് അവരെത്തിച്ചേർന്ന കൺക്ലൂഷൻ. കർത്താവേ, ഇത് വലിയ പാടാണെന്നാണ് ശിഷ്യന്മാര് കണ്ടെത്തിയ പരിഹാരം. കർത്താവെ, വിവാഹമോചനം മാത്രമേ ഒരു പരിഹാരമുള്ളൂ. അവര് പറയാണ്, എന്നാ പിന്നെ കല്യാണം കഴിക്കാതിരിക്കുന്നതാ ആണോ? വിവാഹം കഴിക്കാതിരിക്കുന്നതാണോ പരിഹാരം? ഇന്ന് അനേകം ചെറുപ്പക്കാരൻ തെരഞ്ഞെടുക്കുന്ന വഴിയാണ്, അല്ലേ? കല്യാണം കഴിച്ച സ്വാതന്ത്ര്യം പോകുമെന്ന് അനേകം പെൺപിള്ളേരും പറയുന്നു. കല്യാണം വേണ്ട. 29 വയസ്സായ 30 വയസ്സായ പെങ്കൊച്ചിനോട് മോളെ ഒരു പ്രപ്പോസലിന്റെ കാര്യം ചോദിക്കാനാന്ന് പറഞ്ഞ ഞാനിങ്ങനെ സന്തോഷത്തോടെ നടക്കുന്ന കണ്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാ തിരിച്ചു ചോദ്യം. ഇതേ പ്രതികരണമാണ് ഇവിടെ ശിഷ്യന്മാരും പറഞ്ഞത്. ശിഷ്യന്മാര് പറയുകയാണ്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. കർത്താവ് കൊടുത്ത മറുപടി, ഒരു കാര്യത്തിൽ സന്തോഷിക്കാം, യേശു പറഞ്ഞത് അവർക്ക് മനസ്സിലായി. ആ സീരിയസ്നെസ്, അതുകൊണ്ടാണ് അവർക്ക് അതൊരു ഷോക്കായി പോയത്, ഇല്ലേ? എന്നാ പിന്നെ കല്യാണം കഴിക്കുക, കാരണം ഡിവോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവരെത്തിച്ചേർന്നു. എന്നാൽ കർത്താവ് അവിടെ പറഞ്ഞത് തന്നെയാണ്. കർത്താവ് അവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ അവരോട്, വരം ലഭിച്ചവരല്ലാതെ എല്ലാവരെയും വചനം ഗ്രഹിക്കുന്നില്ല. 12 മുതലുള്ള വാക്യങ്ങളിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ണന്മാരായി ജനിച്ചവരുണ്ട്, മനുഷ്യർ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവർ ഗ്രഹിക്കട്ടെ. ഇംഗ്ലീഷിൽ യൂനക്സ് എന്നൊരു വാക്കാ, ഷണ്ണന്മാർ എന്നൊരു വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ വാക്കിന്റെ അർത്ഥം? 3 അർത്ഥത്തിലാ കർത്താവ് അവിടെ ആ വാക്ക് ഉപയോഗിച്ചത്. ഒന്ന്, ജന്മന ശാരീരികമായി അങ്ങനെ പരിമിതിയോടെ ജനിക്കുന്നവരുണ്ട്, അതാണ് അങ്ങനെ ജനിക്കുന്നവർ. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരപകടത്തിലൂടെ അല്ലെങ്കിൽ മനുഷ്യൻ മനഃപൂർവ്വം, ഈ ഇത് പറഞ്ഞത് യേശു പറഞ്ഞതിന് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. രാജസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി സ്വയം ഷണ്ണന്മാരാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടാകും. അതാണ് രണ്ടാമത്തെ കൂട്ടർ. എന്നാൽ മൂന്നാമതൊരു കൂട്ടരുണ്ട്, ദൈവരാജ്യത്തിൽ സ്വയം എന്ത് ചെയ്തു, അവര് ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു ഇത് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ അവര് വിവാഹം കഴിക്കാതെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ തീരുമാനമെടുക്കുന്ന, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ, വിവാഹം കഴിക്കാതെ ജീവിക്കാൻ, അതാണല്ലോ അവരുടെ ഷോക്ക്. ആ നിലയിൽ കർത്താവ് മറുപടി പറയാണ്. എന്താ ഇവിടെ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം? ഇറ്റ്സ് എ ഗിഫ്റ്റ്. ജീസസ് ടീച്ചസ് ദാറ്റ് singleness can be a gift. പൗലോസ് 2 കൊരിന്ത്യ ലേഖനം 8ാം അധ്യായത്തിൽ, ഇല്ല നിങ്ങളും എന്നെ പോലായിരിക്കും നല്ലതെന്ന് പറയുന്നുണ്ട്. എങ്കിലും ശരീരത്തിന്റെ ദുർനടപ്പ് നിമിത്തം വിവാഹം കഴിക്കുന്നത് അല്ല, അഴലാതിരിക്കുന്നതെന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ദൈവം ഉദ്ദേശിച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥം. പിന്നെ എങ്ങനെ ജീവിക്കണം? ആരാണ് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടത്? അതിനു വേണ്ടി വിളിക്കപ്പെട്ടവർ എന്നുള്ള ഒരർത്ഥത്തിലാണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്.
എബ്രായ ലേഖനം 13-ാം അധ്യായം പറയുന്ന ഒരു കാര്യമുണ്ട്, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. അപ്പൊ വിവാഹം മാന്യമായൊരു കാര്യമാണ്. കിടക്ക പക്ഷെ എന്ത് ചെയ്തോണം? നിർമ്മലമായി സൂക്ഷിക്കണം. കർത്താവ് പറയുന്നൊരു കാര്യം, നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? ഒറ്റയ്ക്ക് ജീവിക്കുവാനായിട്ട് പാടുള്ളൂ. അതിനൊരു അർത്ഥം കൂടെയുണ്ട്. വിവാഹവും എല്ലാവർക്കും ഉള്ളതല്ല, ഒറ്റയ്ക്ക് ജീവിതവും എല്ലാവർക്കും ഉള്ളതല്ല. ഈ പഠിപ്പിക്കൽ മനസ്സിലാക്കാൻ ഇച്ചിരി പാടാ കേട്ടോ. ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും വിവാഹം കഴിക്കാതെ ജീവിച്ചേക്കരുത്. എല്ലാവരും വിവാഹം കഴിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ വിവാഹം വേണ്ടാന്ന് വെക്കുന്നതിന് ഒറ്റ കാര്യമുള്ളൂ. ഏതാ? ആസ് എ ഗിഫ്റ്റ്. ഒരുമിച്ച് ജീവിച്ച എന്റെ കല്യാണം കഴിച്ച എന്റെ ഫ്രീഡം പോകും എന്നുള്ളത് വിവാഹം കഴിക്കാതിരിക്കാനുള്ള എക്സ്ക്യൂസ് അല്ല. ഇത് അങ്ങനെ വിളിക്കപ്പെട്ടവർ എന്നുള്ളതാണ് അവിടുത്തെ ദൈവിക നിയമം. ഒറ്റയ്ക്ക് ജീവിച്ചാൽ, അങ്ങനെ വിളിക്കപ്പെട്ടവനാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ഒറ്റയ്ക്ക് ജീവിക്കുക. അല്ലാത്തവരെല്ലാം എന്ത് ചെയ്തോണം? വിവാഹം കഴിച്ചോ. ഇറ്റ്സ് എ ഗിഫ്റ്റ്. പക്ഷെ ഇതൊരു ട്രെൻഡ് ആക്കരുത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടില് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ല. എല്ലാ വീട്ടിൽ നിന്നും ഒരാള് സെലിബസി, ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതെ മടത്തി പോവുക എന്നൊക്കെ നമ്മൾ പറയും. അതൊരു വിളിയാണെങ്കിൽ മാത്രമേ അത് തിരഞ്ഞെടുക്കാവുള്ളൂ. അല്ല എല്ലാ വീടുകളിലും അതൊരു ഗിഫ്റ്റാണ്. അത് അങ്ങനെ വിളിക്കപ്പെടുക എന്നുള്ളതാണ് യേശു പഠിപ്പിക്കുന്നത്. പൗലോസും അത് തന്നെ പറയുന്നു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ദൈവവചനം ആദിയിൽ ദൈവം ഭാവനം ചെയ്തത് നമ്മൾ എല്ലാ കാര്യങ്ങളിലും പിൻപറ്റാൻ കഴിയുന്നുണ്ടോ? അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ട വേദഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉൽപ്പത്തി 1-2 അധ്യായമാണ്. ആദിയിൽ ദൈവം എന്താണ് വിഭാവനം ചെയ്തത്? ഒരുപക്ഷെ നമ്മുടെ എല്ലാ വിഷയങ്ങളും നമുക്ക് ആ 1-2 അധ്യായങ്ങളിൽ കാണാൻ പറ്റില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? അത് കഴിഞ്ഞുള്ള എക്സെപ്ഷൻസിലേക്ക് നമ്മൾ പോകരുത്.